ഹായ്, ഞാൻ ഷാഫി, ദ വാട്സപ്പ് എക്സ്പെർട്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളും അതിലേക്കുള്ള സൊല്യൂഷൻസുമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൊല്യൂഷൻസ്. ഫസ്റ്റ് ഞാൻ എന്താണ് നിങ്ങളുടെ പ്രോബ്ലംസ് എന്ന് പറയാം. റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനെ സംബന്ധിച്ച് ഒന്ന് ഹൈ കോമ്പറ്റീഷനാണ്. കൂടുതൽ ഞാൻ കുറിച്ച് പറയുന്നില്ല, നല്ല കോമ്പറ്റീഷനുള്ള മേഖല തന്നെയാണ് റിയൽ എസ്റ്റേറ്റ്. പിന്നെ ചേഞ്ച് മാർക്കറ്റ് ട്രെൻഡ്സ്, ഓരോ സമയത്തും മാർക്കറ്റിൻ്റെ ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് വീട് ഇപ്പോൾ ആവശ്യമില്ല, ഫ്ലാറ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറേ പുതുതലമുറയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്റ്റുകൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. മാർക്കറ്റിംഗ് ആ രൂപത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും. അല്ല, അപ്പോൾ ചിലർക്ക് വില്ല മോഡൽ അല്ലെങ്കിൽ ഇപ്പോൾ വീട് ആയിട്ട് തന്നെ ചിലർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പല രൂപത്തിലുള്ള ആവശ്യങ്ങളാണ് ഈ ഒരു മേഖലയെ കുറിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്തൊരു പ്രോബ്ലം വരുന്നത് ലോങ് സെയിൽ സൈക്കിളാണ്. പെട്ടെന്ന് ഇതിൻ്റെ ഒരു സെയിൽ നടക്കുക എന്നുള്ളത് പോസിബിളല്ല. കാരണം ഒന്ന് ഹൈ വാല്യൂ ആയതുകൊണ്ട് പിന്നെ കുറേ പാർട്ടീസ് ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടും വരാം. ഇപ്പോൾ സപ്പോസ് ഒരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ വീട് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുമ്പോൾ അയാൾ മാത്രമല്ല, അയാളുടെ മറ്റ് ഫാമിലി അംഗങ്ങളൊക്കെ ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ നമുക്ക് ക്ലയൻറ്റിനെ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ക്ലയൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം, ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ലീഡ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റഡായിട്ട് കൊടുക്കുന്ന രൂപത്തിലൊക്കെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാം. ലീഡ് ജനറേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. ലീഡ് ജനറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ രൂപത്തിലല്ല പലരും ചെയ്യുന്നത്. കുറേ മിസ്റ്റേക്കുകളിൽ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ഇതൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇമോഷണൽ സെല്ലിംഗ് ആണ്. എപ്പോഴാണോ ആളുകൾക്ക് ആവശ്യം ആ സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ട് യാതൊരു കാര്യമില്ല. പിന്നെ സാധാരണ പോലെ തന്നെ ഡിലേ ഇൻ റെസ്പോൺസ്, ഡിലേ ഇൻ ഫോളോ അപ്പ്. കറക്റ്റ് സമയത്ത് നിങ്ങൾ റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് തന്നെ, കറക്റ്റ് സമയത്ത് ഫോളോ അപ്പ് ചെയ്യാം. ഇതിനൊക്കെ നമുക്ക് നൽകാൻ പറ്റുന്ന സൊല്യൂഷൻ ഒന്ന്, വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ച് ഒരു വിർച്വൽ അസിസ്റ്റൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യാം. ആ ചാറ്റ് ബോട്ട് ത്രൂ നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഏതെല്ലാം സെഗ്മെൻറ്റ് വൈസ് ആയിട്ടൊക്കെ ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഓരോരുത്തർക്ക് ഓരോ പ്രൊജക്റ്റ് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ ഓരോ സെയിൽസ് പേഴ്സൺസിനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ലീഡുകൾ മാത്രം പോകുന്ന രൂപത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ പല രൂപത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതാണോ ഓരോരുത്തർക്കും ഓരോ ഏരിയകൾ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകൾ നിങ്ങൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് ലീഡുകൾ അവർക്ക് കൊടുക്കുക, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനും അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഓരോ ഇവൻ്റ് അനൗൺസ്മെൻറ്റുകളൊക്കെ മാക്സിമം അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഈ ലീഡുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂളിങ്ങൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് വളരെയധികം യൂസ് ചെയ്യാൻ പറ്റും. ഓരോ കസ്റ്റമർക്കും ഓരോ സമയത്തായിരിക്കും നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താണോ സംഭവം അത് കാണാനും അല്ലെങ്കിൽ അതിൻ്റെ കുറിച്ച് അറിയാനൊക്കെ താല്പര്യം. അപ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനും അതിനനുസരിച്ച് സിസ്റ്റംസൊക്കെ ചെയ്യാം. പിന്നെ ഓട്ടോമേറ്റഡ് ഫോളോ അപ്പ് ഞാൻ പറഞ്ഞു, സർവീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൊടുക്കുക, ഫീഡ്ബാക്കും ടെസ്റ്റിമോണിയൽസും കളക്ട് ചെയ്തിട്ട് അത് അവരെ ഇൻസ്പയർ ചെയ്യുന്ന രൂപത്തിലൊക്കെ ചെയ്തിട്ട് കൊടുക്കുക. കാരണം ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റായി, കാരണം ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ആളുകൾ നോക്കും. തീർച്ചയായിട്ടും റിവ്യൂസിനും ഫീഡ്ബാക്കിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷണലായിട്ടുള്ള കണ്ടൻറ്റുകൾ കൊടുക്കുക. എന്തൊക്കെ സംഭവങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് മറ്റുള്ളതിൽ നിന്ന് നിങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, മറ്റുള്ള പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള പ്രോപ്പർട്ടികളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കുക. അവരെ മാക്സിമം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ CRM-ഉമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സിസ്റ്റംസുമായിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കാരണം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ
ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പൊട്ടൻഷ്യൽ വളരെയധികമാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള രൂപത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വളരെ വലുതാവും. അല്ലാതെ നമ്മൾ വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ കോമ്പറ്റീറ്റർ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ നോക്കിയിരുന്നിരുന്നു യാതൊരു കാര്യമില്ല. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഫസ്റ്റ് ആളാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ പുതിയ ചേഞ്ചുകൾ കൊണ്ടുവരുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് മാക്സിമം സെയിലും ലീഡും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ആകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അവർ ചെയ്ത് കണ്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം ഇത് നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ്. വെറുതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് തന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ പല രൂപത്തിൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എനിവേ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.